ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ കഴിഞ്ഞൊരു വർഷത്തെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് കമ്മിങ് മെയ് 25 നിങ്ങളുടെ പ്രിലിംസ് എക്സാമിനേഷൻ. രാവിലെ GS-ഉം ഉച്ചകഴിഞ്ഞ് CSAT-ഉം ഒരുപക്ഷെ മെൻ്റലിയും ഫിസിക്കലിയും ടയറിങ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കാം. നമ്മൾ അതിന് വേണ്ടി തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇത്രയും നാളത്തെ പ്രിപ്പറേഷൻ്റെ ഒരു ഫസ്റ്റ് ടെസ്റ്റിന് നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് 10 ദിവസത്തിലേക്ക് എത്താണല്ലേ നമ്മുടെ പ്രിപ്പറേഷന്. ലോങ് പ്രിപ്പറേഷൻ ജേണി ഓഫ് 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 to 8 months ലോങ് പ്രിപ്പറേഷന് ലാസ്റ്റ് 10 ഡേയ്സിലേക്ക് നമ്മൾ എത്താണ്. ഈ ലാസ്റ്റ് 10 ഡേയ്സിൽ വാട്ട് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ഷുഡ് ഡു ആൻഡ് യു ഷുഡ് നോട്ട് ഡു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് നോക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. നിങ്ങൾ ഇത്രയും നാൾ കൊടുത്ത എഫേർട്ടിനെ, ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രഷേഴ്സ്, നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ആ പ്രിപ്പറേഷനെ നിങ്ങൾ പ്രോപ്പർലി ട്രസ്റ്റ് ചെയ്യുക. ശരിയായിരിക്കാം, നമുക്ക് ആ സിലബസിലെ എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, മറ്റൊരാൾ പഠിച്ച പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. ലീവ് ഓൾ ദാറ്റ് ബിഹൈൻഡ്. ട്രസ്റ്റ് ദ പ്രിപ്പറേഷൻ ആൻഡ് എഫേർട്ട് ദാറ്റ് യു ഹാവ് പുട്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ പ്രോസസ്സിനെയും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക. സെക്കൻഡ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. ഇതുവരെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അതിലെ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം അനലൈസ് ചെയ്യുക. പുതിയതായിട്ട് ഒരു സബ്ജക്റ്റിലേക്കോ ഒരു ടോപ്പിക്കിലേക്കോ കയറാതിരിക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യങ്ങളെ മാത്രം പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ദാറ്റ് കംസ് ടു ദ തേർഡ് പോയിന്റ്. പ്രോപ്പർലി ഇതുവരെ പഠിച്ചത് മാത്രം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് റിവൈസ് ചെയ്യുക? നിങ്ങൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽസ് ആയിരിക്കാം, നിങ്ങളുടെ സ്റ്റാറ്റിക് ടെക്സ്റ്റ് ബുക്കുകളായിരിക്കാം. അതിലെ ഏരിയാസിനെ റിവൈസ് ചെയ്യുക. ദിസ് മേക്സ് മീ ടു ദ ഫോർത്ത് പോയിന്റ്. റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ ഇനി റിവൈസ് ചെയ്യണം? ഇനി നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് വായിക്കാനായിട്ട് ടൈം ഉണ്ടാവണമെന്നില്ല, അത്രയും നിങ്ങൾ വായിക്കണ്ട. നിങ്ങൾ കീ ഏരിയാസിലേക്ക് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന കീ ഏരിയാസ് ഉണ്ട്, തീംസുകളുണ്ട്. ആ തീംസിലേക്ക് മാത്രം ഹൈലി ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് പൊളിറ്റി എടുക്കുകയാണെങ്കിൽ പാർലമെന്റ്, കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ ഏകദേശം 25ഓളം ചോദ്യങ്ങൾ ആ പാർലമെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊളിറ്റി വായിക്കുമ്പോൾ, റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും മാക്സിമം ടൈം ഇതിന് കൊടുക്കുക, പാർലമെന്റ് കൊടുക്കുക. ഇനി പാർലമെന്റിൽ തന്നെ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വായിക്കണം എന്നില്ല, ജസ്റ്റ് ഓടിച്ചു പോവുക. നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ, ആ പോയിന്റ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, ആ പ്രൊസീജിയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഏതെങ്കിലും കീ വാല്യൂസ് നിങ്ങൾ മിസ് ആവുന്നുണ്ടോ, അതാണെങ്കിൽ അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്യുക. ഒരു സമ്മിങ് അപ്പോയിലേക്ക് നിങ്ങൾ റിവിഷനെ കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ ഹൈ ഫോക്കസ് ഓൺ ദ കോർ ഏരിയാസ്, പൊളിറ്റി, എക്കോണമി, എക്കോളജി, മോഡേൺ ഇന്ത്യ, ഇങ്ങനത്തെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള സബ്ജക്ട്സ്, അതിൽ തന്നെ തീംസുകളിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ പൊളിറ്റിയിലായാലും എക്കോണമിയിലും എക്കോളജിയിലായാലും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന തീംസിൽ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഏരിയാസിനെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ റിവിഷന്റെ കാര്യം പറഞ്ഞു. ആ റിവിഷന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. Day 1, Day 2, Day 3 എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആ പ്ലാനിലേക്ക് പ്രോപ്പർലി സ്റ്റിക്ക് ഓൺ ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ. Day 1 ഞാൻ പൊളിറ്റിയാണ് നോക്കാൻ പോകുന്നത്, Day 2 ഞാൻ എക്കോണമി, Day 3 എക്കോളജി, ഇങ്ങനെയാണെങ്കിൽ ഏതെല്ലാം സബ്ജക്ട്സ് ആണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. അത് തന്നെ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ പൊളിറ്റി തന്നെ 2 ദിവസം നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു 1 സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിളിൽ ഒരു 5 ദിവസം കൊണ്ട് ഒരു 4-5 സബ്ജക്ട്സ് നോക്കി ഒരു തവണ കൂടി പൊളിറ്റി ഒരു ഹാഫ് ഡേയും കൂടി നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ പ്ലാന് കൃത്യമായിട്ട് ഉണ്ടാക്കാം. മാക്സിമം അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഡിസ്കഷൻ ഗ്രൂപ്പുകളിൽ പോയി പെടാതിരിക്കുക. ഒരുപാട് ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഇറങ്ങുന്ന ടൈമായിരിക്കും. ഇന്ന ഏരിയയിൽ UPSC വർഷം ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ആ ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കാൻ പോവാ, അത് പഠിക്കണ്ട, അത് വരില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പം ഇറങ്ങാൻ സാധ്യതയുണ്ട്. നോ വൺ ക്യാൻ പ്രെഡിക്ട് വാട്ട് എക്സാക്ട്ലി UPSC ആസ്. അതാ UPSC ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ രാവിലെ കിട്ടുമ്പോൾ മാത്രമേ അറിയുള്ളൂ, ഓക്കെ ഇന്നതായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്ന പാറ്റേണിലാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത്, എന്തെങ്കിലും പാറ്റേൺ ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോ, ഇതെല്ലാം നിങ്ങൾക്ക് അന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ നോ വൺ ക്യാൻ എക്സാക്ട്ലി പ്രെഡിക്ട് ദാറ്റ്. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഒരുപാട് ഡിസ്കഷൻ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ലോജിക്കുകൾ, നിങ്ങൾ ഇത്രയും നാൾ ടെസ്റ്റ് സീരീസിൽ നിന്ന് അക്വയർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ, അതിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോജിക്കൽ, ഇതിനെല്ലാത്തിനെയും ട്രസ്റ്റ് ചെയ്ത് പ്രോപ്പർലി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വർക്ക് ഔട്ട് UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പലപ്പോഴും ആസ്പിറൻസ് വിട്ടുപോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. പോസിബിൾ 2013 തുടങ്ങി, പക്ഷേ ഇനി ലാസ്റ്റ് 10 ഡേയ്സുള്ളൂ നമ്മൾ അത്രയും പോകേണ്ടത്. 2016 to 2024 ഈ വർഷത്തെ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. മേക്ക് ഷുവർ യു ടേക്ക് ഔട്ട് ദ പ്രിന്റ് ഔട്ട്.
ഡിജിറ്റലി നിങ്ങൾ ചെയ്യേണ്ട. പ്രിന്റ് ഔട്ട് എടുക്കുക, OMR എടുക്കുക, ടൈമർ വയ്ക്കുക, 9:30 തന്നെ കൃത്യമായിട്ട് ആ എക്സാം എഴുതുക. നിങ്ങൾ ഏത് ടൈമിലാണോ ഒറിജിനൽ UPSC എക്സാം എഴുതുന്നത് അതേ ടൈമിൽ തന്നെ ഈ എക്സാമും നിങ്ങളുടെ റീഡിംഗ് റൂമിലോ വീട്ടിലോ ഏത് സിറ്റുവേഷനിലാണോ അവിടെ ഇരുന്ന് എഴുതുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അവർ പ്രിന്റ് ഔട്ട് എടുക്കുക, OMR എടുക്കുക, മാർക്ക് ചെയ്ത് തന്നെ എഴുതുക. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. നിങ്ങൾ ആ ടൈമിൽ കൃത്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ബ്രെയിനെ. ഡെയിലി നിങ്ങൾ ആ ടൈമിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ നെക്സ്റ്റ് സൺഡേ ഞാൻ എക്സാം എഴുതാൻ പോണ്, യു വിൽ നോട്ട് ഫീൽ സംതിങ് ദാറ്റ് ഈസ് ന്യൂ ടു യു. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് തന്നെ ചെയ്യുക. പിന്നെ എന്തിനാണ് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസുകളാണ് എടുത്തിട്ടുണ്ടാവുക. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറേ ലോജിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഐഡിയയിലേക്ക് ഒരു പക്ഷേ സ്റ്റിക്ക് ഓൺ ആയി പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ലോജിക് ഉണ്ടാവാം. നിങ്ങൾ അതിലേക്ക് ഒരു പക്ഷേ സ്റ്റിക്ക് ഓൺ ആയി പോയിട്ടുണ്ടാവും. അതല്ല വേണ്ടത്. നമുക്ക് UPSCയുടെ ലാംഗ്വേജ് കൃത്യമായിട്ട് മനസ്സിലാവണം. UPSC എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്, UPSCയുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോജിക് അപ്ലൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് UPSC ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള അറ്റംപ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം ഓൾറെഡി അറിയാതിരിക്കാം. ബട്ട് സ്റ്റിൽ മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ദോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഗെയിൻ. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ആ ഫ്ലോ കൃത്യമായിട്ട് ഓക്കെ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന പോയിന്റിലാണ് UPSC ആസ്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കീവേഡ് ഇതായിരുന്നു. നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുക. ആൻഡ് 9:30 എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടൈമിലിരിക്കുക, ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ആഫ്റ്റർനൂൺ CSAT എന്തായാലും കമ്പൽസറി വർക്കൗട്ട് ചെയ്യുക. UPSCയുടെ തന്നെ പ്രീവിയസ് ഇയർ CSAT എടുക്കുക, അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക. ബോത്ത് the general studies and the CSAT. Never neglect the CSAT question paper. CSAT വിട്ടുകളയാം, അതെനിക്കറിയാം, 66 മാർക്ക് പോരെ. അല്ല, CSAT കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. രാവിലെ നിങ്ങൾ GS ആണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് CSAT പറയുക. ആ ടൈമിൽ UPSC എക്സാം ഏത് ടൈമിലാണോ നടക്കുന്നത് ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇനി ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതിനെല്ലാത്തിനേക്കാളും പുറമെ നന്നായിട്ട് ഉറങ്ങുക. ഇനി ലേറ്റ് നൈറ്റ് സ്റ്റഡീസ് വേണ്ട. രാത്രി 2 മണി 3 മണി വരെ അല്ല, നിങ്ങളുടെ ബ്രെയിനും ശരീരത്തിനും കൃത്യമായിട്ട് റെസ്റ്റ് കൊടുക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യമായിട്ട് സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആണ്. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുള്ളവരുണ്ടാവും. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി രാത്രിക്ക് ഇരുന്ന് പഠിക്കണം. ഇനി കുറച്ച് ദിവസത്തേക്ക് അത് അവോയ്ഡ് ചെയ്യുക. കാരണം ഉച്ചയ്ക്ക് നമുക്ക് CSAT ഉണ്ട്, അപ്പോൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ CSAT അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. സോ മേക്ക് ഷുവർ യു ആർ ഹാവിങ് എ പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ നേരത്തെ തന്നെ ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് പ്രിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഒരു ലാസ്റ്റ് സാറ്റർഡേ ഈവനിങ്ങിലേക്കൊന്നും വെക്കാതിരിക്കുക. ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ആകുമ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് വേണ്ട പെൻ, ബ്ലാക്ക് പോയിന്റും പിൻ പോയിന്റ് പെന്ന് തന്നെ കൃത്യമായിട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടെ ID കാർഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്താണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററെങ്കിൽ അവിടെ ഇത് എവിടെയാണെന്ന് ഒന്ന് അന്വേഷിച്ച് വെക്കുക. പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോകാം. നിങ്ങൾക്ക് ഒരു ID ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ വേണമെങ്കിൽ നേരത്തെ അവിടെ ഒന്ന് പോയി കാണുന്നതിലും തെറ്റില്ല. ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ ഇതൊന്നും മാറ്റി വെക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ദൂരെയാണ്, വേറൊരു സ്ഥലത്താണ്, നിങ്ങൾക്ക് ട്രെയിൻ ഓർ ബസ് എടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ടെൻഷൻസ്, നമുക്ക് എക്സാമിന് തന്നെ ടെൻഷൻ ഉണ്ട്, ഇനി അതില്ലാത്ത ടെൻഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് ദിവസത്തിലേക്ക് വരുമ്പോൾ കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും വിളിച്ച് സംസാരിക്കുക. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ദിവസം UPSC പഠിച്ചില്ല എന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു വർഷം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഒരു ഉച്ച കഴിയുമ്പോൾ ഒക്കെ ബുക്ക് അടച്ചു വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും വിളിച്ച് സംസാരിക്കുക. നിങ്ങൾ അതോടൊപ്പം തന്നെ മെന്റലി സ്റ്റേബിൾ ആണ്, മെന്റലി ഓക്കെ ആണ്, മെന്റലി പീസ്ഫുൾ സ്റ്റേറ്റിലാണെന്ന് ഉറപ്പ് വരിക. ഇനി ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പക്ഷേ ചിലർക്ക് മാപ്പുകളൊന്നും എത്ര പഠിച്ചാലും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. വിഷ്വൽ മെമ്മറി ഒരു പക്ഷേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു മാപ്പിന്റെ കമ്പൈലേഷൻ മൊത്തത്തിൽ എടുത്തു വെച്ച് വായിക്കാനല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാപ്പുകൾ, ഓക്കെ ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്, അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ത്രീകൾ ഏതൊക്കെയായിരുന്നു കോൺഫ്ലിക്ട് റീജിയൻ, അങ്ങനെ വളരെ മിനിമലായിട്ട് ഒരു കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് മാപ്പിംഗ് സെക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ മിനിമലായിട്ട് ഒരു വിഷ്വൽ മെമ്മറി ഒരു പക്ഷേ പിറ്റേ ദിവസത്തെ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ നാഷണൽ പാർക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള റാംസാർ സൈറ്റ്സുകൾ ഏതെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ വിഷ്വൽ മെമ്മറി ഒരു പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇത് അപ്പോൾ പോയിരുന്ന് പഠിക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ആ മാപ്പിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ പിറ്റേ ദിവസം എക്സാമിൽ ഒരു വിഷ്വൽ മെമ്മറി ഉണ്ടാവാം. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഇക്വേഷൻ ബുക്കുകൾ ഉണ്ടാവാം, CSAT-ന് വേണ്ടിയിട്ട് അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. എല്ലാ ഇക്വേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് നോക്കുക. അതിലേതെങ്കിലും ഒന്ന് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് 1-2 പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത്തരത്തിൽ ലാസ്റ്റ് മിനിറ്റിൽ
കൂളായിട്ട് കൃത്യമായിട്ട് പഠിച്ചതിനെ വിശ്വസിച്ച് നിങ്ങൾ ഇത്രയും പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ട്. എത്ര പേര് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട്? 10 ലക്ഷത്തോളം പേര്. അതിൽ 5 ലക്ഷം പേരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നുള്ളൂ. അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് പോർഷൻസ് പഠിച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങൾ ഷാർപ്പൺ ചെയ്തിട്ടാണ് തന്നെ യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നിങ്ങളൊന്ന് മെന്റലി ഓക്കെ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ആ പ്രഷറിനൊന്ന് അവോയ്ഡ് ചെയ്ത് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ ബി ഫാർ ഹെഡ് ദാൻ ദ അതർ കാൻഡിഡേറ്റ്സ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഓക്കെ സ്റ്റേജിൽ പോയിരുന്ന എക്സാം ചെയ്താൽ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.